മാവേലിക്കര സബ് ജയിലിൽ സന്ദർശകരെ കാണാൻ വിസമ്മതിച്ച് റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ കാണാൻ ബന്ധുവും കോൺഗ്രസ് പ്രവർത്തകനുമായ ശിവദാസൻ എത്തിയെങ്കിലും കാണാൻ കൂട്ടാക്കിയില്ല. അമൽ സുരേന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആലപ്പുഴ സ്പെഷ്യൽ മാവേലിക്കരയിലെ സ്പെഷ്യൽ സബ് ജയിലിലാണ് ഉള്ളത്. ഇന്നലെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതിന് ശേഷം 14 ദിവസത്തെ റിമാൻഡിന് ശേഷം ഇവിടേക്കാണ് കൊണ്ടുവന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് ബന്ധുവും കോൺഗ്രസിന്റെ അടൂരിലെ നിയോജക മണ്ഡലം നേതാവുമായിട്ടുള്ള, അതോടൊപ്പം തന്നെ അദ്ദേഹം UDFന്റെ അടൂരിലെ കൺവീനറുമാണ്. ഇദ്ദേഹം ഇവിടെ എത്തുകയും ശിവദാസൻ എന്നുള്ള പേരിൽ ഇദ്ദേഹം ഇവിടെ എത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ഉദ്യോഗസ്ഥർ രാഹുലിനോട് ഇദ്ദേഹത്തെ കാണാൻ താല്പര്യമുണ്ടോ എന്ന കാര്യം തിരക്കിയപ്പോൾ താല്പര്യമില്ല എന്ന് രാഹുൽ പറയുകയും സന്ദർശകരെ കാണാൻ താല്പര്യമില്ല എന്ന് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് ശിവദാസൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാര്യമുണ്ടായത്. ഏതായാലും ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപേക്ഷയുമായിട്ട് അന്വേഷണ സംഘം കോടതിയിലേക്ക് എത്തും എന്ന വിവരങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും ആ ഒരു നടപടി ഉണ്ടാവുക, അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷയുള്ള കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഉടൻ തന്നെ ഇവിടുന്ന് കസ്റ്റഡി വാങ്ങുകയും പിന്നീട് തിരുവല്ലയിലുള്ള ഹോട്ടലിൽ എത്തിച്ചുകൊണ്ട്, സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ച്, അതായത് ഈ ക്രൈം നടന്ന ഹോട്ടലിൽ എത്തിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുവാനോ തെളിവെടുപ്പ് നടത്തുവാനോ ഉള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുമോ, അതിനുശേഷമുള്ള കോടതിയുടെ തീരുമാനം എന്തായിരിക്കും എന്നതിനെ അപേക്ഷിച്ചാണ് തുടർ നടപടികളെല്ലാം ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളെ അടക്കം ബന്ധുക്കളെ അടക്കം കാണുവാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിനുള്ളിലെ ഒരു സിംഗിൾ സെല്ലിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് താമസം ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ജയിലിൽ ചില പരിമിതികൾ ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത്തരം വാർത്തകളെല്ലാം സൂപ്രണ്ട് നിഷേധിക്കുകയാണ്. അല്ലെങ്കിൽ ജയിൽ മാറ്റണം എന്നൊരു ആവശ്യം ഏതായാലും ഈ ജയിലിലുള്ള അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും പോയിട്ടില്ല. അങ്ങനെ ഈ ജയിൽ മാറ്റത്തെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ട് സൂപ്രണ്ടിന് ലഭിച്ചിട്ടുമില്ല. അങ്ങനെ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് സൂപ്രണ്ട് നമ്മളുടെ അല്പസമയം മുൻപ് പറയുകയുണ്ടായി. ഏതായാലും ഈ ഒരു കാര്യത്തിൽ കസ്റ്റഡിയിൽ വിടുമോ എന്ന കാര്യത്തിലെല്ലാം കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമുക്കൊരു തീരുമാനം അറിയുവാൻ സാധിക്കുകയുള്ളൂ. രുചീഷ്. ശരിയാണ്.